വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് റിവേഴ്സാ. ഗൺ മെഷീൻ ഇല്ലാത്ത സമയത്ത് പെയിന്റ് അടിച്ച് തുടങ്ങിയ ചേട്ടൻ്റെ പേര് എന്നെ ഒന്ന് പറയാമോ? ഓക്കെ, ജസ്റ്റ് പൊക്കത്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ സീറ്റൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, അവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഇവിടെയൊക്കെ ഇവിടെ ഒരു ഇത്തിരി സ്റ്റോറേജ് സ്പേസ് പോലെ ഉണ്ട്. 2 ഡ്രം കേട്ടോ, 2 ഒരു 16,000 രൂപ. ഇന്ന് ഒരു 4ാമത്തെ ദിവസം കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു വണ്ടിയുടെ കുറച്ച് പെയിൻറ്റിങ്, അതായത് നമ്മുടെ മേളിലൊക്കെ ഒരു ഗ്രീൻ പോലെ സാധനങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ പെയിൻറ്റിങ് വീഡിയോസും പിന്നെ നമുക്ക് അപ്പുറത്ത് കിടക്കുന്ന വണ്ടിയുടെ കുറച്ച് വിഷ്വൽ നമുക്ക് കാണാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പെയിൻറ്റിങ് വർക്കൊക്കെ ജസ്റ്റ് മേളിൽ മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് നോക്കാം താഴെ. ഇതിനെന്നാ പറയുന്നത് ചേട്ടാ? ഡ്രം 2 ഡ്രം കേട്ടോ, 2 ഒരു 16,000 രൂപ. അപ്പോൾ പുതിയതാണ് നമ്മൾ ഈ ബസ്സിന് ഇടുന്നത് കേട്ടോ. ഒരാളിപ്പോൾ മേടിക്കേണ്ട വന്നേ ഉള്ളൂ. അപ്പോൾ അത് പോളിച്ച് ജസ്റ്റ് ഒന്ന് പേപ്പർ പിടിക്കുക. നമ്മുടെ ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ബ്രേക്ക് സിസ്റ്റവും മറ്റുള്ള പാഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പുതിയതാണ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇതൊക്കെ അഴിച്ചിട്ടിരിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ബാക്കിലേക്ക് വരുവാണെങ്കിൽ ഇതിൻ്റെ ബാക്കിൽ വീലിൻ്റെ ഡ്രമ്മും കാര്യങ്ങളെല്ലാം അഴിച്ചിട്ടിരിക്കുന്നത് കണ്ടോ. ഇതൊക്കെ റീസെറ്റ് ചെയ്യാനായിട്ട് ഇട്ടിരിക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെ സെറ്റ്, ഈ ബ്രേക്ക് പാഡൊക്കെ മിക്കവാറും പുതിയതാക്കുമെന്ന് അറിയത്തില്ല. ഇതൊക്കെ അഴിച്ചിട്ടിരിക്കുന്നതാണ്, സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഗ്രീസൊക്കെ ഇതിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഒരെണ്ണം വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ ബൾബില്ലല്ലേ ചേട്ടാ? ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് റിവേഴ്സാ. ആ നമ്മുടെ വണ്ടിയുടെ അതേപോലെ തന്നെ ഈ ബാക്കിലും ഫ്രണ്ടിലും കുറച്ച്, അതായത് ടെസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിൻ്റെ ഈ ഗ്രീസും നമ്മുടെ ബ്രേക്ക് പാഡും ഒക്കെ പുതിയതായിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വണ്ടി നല്ല കുട്ടപ്പനായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ജസ്റ്റ് നോക്കാം. ഇന്ന് 3ാമത്തെ ദിവസമാണ്. ബാക്കി ഇനി സീറ്റിൻ്റെ കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സീറ്റ് കാര്യങ്ങൾ, പിന്നെ വേറെ നമ്മുടെ ഫ്രണ്ടിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. അത് നമ്മുടെ ഇവിടെയൊക്കെ 2 സീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്. ഇത് 2 ദിവസത്തിനുള്ളിൽ വണ്ടി പോകും കേട്ടോ. നമ്മൾ ഈ ഒരു പഴയകാല ഓർമ്മപ്പെടുത്തുന്ന ലൈറ്റ് കണ്ടോ, പഴയകാല ഓർമ്മപ്പെടുത്തൽ. ആ ലൈറ്റ് എനിക്ക് തോന്നുന്നു ഇവിടെ എവിടെയും സെറ്റാണ്. ഇപ്പോൾ എല്ലാം ട്യൂബ് ലൈറ്റാണ് വരുന്നത്. ഇതെല്ലാം ട്യൂബ് ലൈറ്റ്സാണ് വരുന്നത്. ബാക്കി നമുക്ക് നോക്കാം കേട്ടോ. ബസ്സെന്ന് വെച്ചാൽ വല്ലാത്തൊരു ഫീൽ തന്നെ കേട്ടോ. നമുക്ക് അതിൻ്റെ അകത്ത് നിൽക്കുമ്പോഴും ആ ഒരു ഫീല് നമുക്ക് അനുഭവിച്ചറിഞ്ഞേ പറ്റും. നമുക്ക് നമ്മൾ ചെയ്യാനുള്ള വണ്ടി അതാണ്. പിന്നെ വണ്ടി ഇപ്പുറത്തൊക്കെ കിടപ്പുണ്ട്. ഇനിയിപ്പോൾ അവരുടെ തന്നെ വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയുടെ ഓണറിൻ്റെ വണ്ടി തന്നെയാണ്. പക്ഷേ ഈ വണ്ടി കൊടുക്കുവാണ്. ഈ വണ്ടി കൊടുത്തിട്ടാണ് അവരിപ്പോൾ റീടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വണ്ടി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഓണറിൻ്റെ പഴയ നെയിം പേര് ഇതാണ് കേട്ടോ, ബട്ടർഫ്ലൈ എന്നാണ് ഈ വണ്ടിയുടെ. ഇപ്പോൾ കിടക്കുന്ന പേര് വേറെയാണ്, ശ്രീദേവി എങ്ങൊന്നും കണ്ട. അപ്പോൾ നമ്മളിനിയിപ്പോൾ ഉടനെ ഈ ബട്ടർഫ്ലൈ എന്നായിരിക്കും നമ്മളിനി ഉടനെ കാണാൻ പോകുന്നത്. ചിലപ്പോൾ ഇത് പോകുന്ന സമയത്ത് ചിലപ്പോൾ അത് ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ സ്റ്റിക്കർ ചെയ്യുന്ന സമയത്തേക്ക് എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റാതെ വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ പേര് ബട്ടർഫ്ലൈ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് അവരുടെ പഴയ വണ്ടി. അപ്പോൾ ഈ വണ്ടി കൊടുക്കുകയാണ് അവർ. നമ്മുടെ ഈ സൈഡും കണ്ടോ, ഈ സൈഡും ഉണ്ടടിക്കാൻ. അപ്പോൾ അകത്ത് ഓൾമോസ്റ്റ് എല്ലാം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ജസ്റ്റ് പൊക്കത്തൊക്കെ ചെയ്യേണ്ടിയിരിക്കുകയാണ്. അതേപോലെ തന്നെ സീറ്റൊക്കെ ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കി. ഇവിടത്തേക്ക് അത്യാവശ്യം വേസ്റ്റും കാര്യങ്ങളൊക്കെ കളഞ്ഞുള്ളൂ. ഇവിടെയൊക്കെ കുട്ടപ്പനാക്കി.
അകത്ത് ഓൾമോസ്റ്റ് ക്ലീനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അകത്ത് പുറത്ത് കുറച്ച് ടയറിൻ്റെ കുറച്ച് സംഭവങ്ങൾ ചെയ്യാനുണ്ട്. നോക്കാം, പുറത്തേക്ക് പോവാം. ഇനിയിപ്പോൾ അടുത്ത ടയറിലേക്ക് പോകും. വളരെ അല്ല, പണ്ടൊക്കെ 10-75 വർഷം അല്ല, ചേട്ടൻ്റെയൊക്കെ കാലഘട്ടങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. ടയറിനൊക്കെ അതേ വൈറ്റ് കളറ് അല്ലെങ്കിൽ വേറെ റെഡ് കളറൊക്കെ അടിക്കുമായിരുന്നു. ലോറിക്കും ബസ്സിനൊക്കെ അങ്ങനെ അടിക്കുമായിരുന്നു. നമ്മൾ ഈ ടയറിലേക്ക് വന്നു കേട്ടോ. വിഷയം പോലും ഇല്ലാത്ത സമയത്ത് പെയിൻറ്റ് ചെയ്ത് തുടങ്ങിയത് അല്ലേ? അതൊക്കെ എങ്ങനെയായിരുന്നു ചേട്ടാ? ബ്രഷിനായിരുന്നോ നമ്മൾ ബസ്സിനൊക്കെ അല്ലേ, ആ ടൈമിനൊക്കെ? അപ്പോൾ നിങ്ങളൊന്ന് ലോറിക്കൊക്കെ ഈ ഒരു മെഷീൻ, ഗൺ മെഷീൻ ഇല്ലാത്ത സമയത്ത് പെയിൻ്റ് അടിച്ച് തുടങ്ങിയ ചേട്ടൻ്റെ പേര് എന്നെ ഒന്ന് പറയാമോ? ഷൺമുഖൻ ചേട്ടൻ കേട്ടോ. നമ്മളൊരു കാലത്ത് ഒരു 50 വർഷം മുമ്പ്, 45 വർഷം മുമ്പൊക്കെ ഈ ഒരു ഗണ്ണൊന്നും ഇല്ല. നമ്മൾ വണ്ടിയിലൊക്കെ പലതും ബ്രഷ് കൊണ്ട് അടിച്ചാണ് മിക്ക ബസ്സുകളും അന്നൊക്കെ ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഗണ്ണൊക്കെ വരുന്നതിന് മുമ്പുള്ള പെയിൻറ്ററാണ് ഷൺമുഖൻ ചേട്ടനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു 1, 2, 3 ടയർ അടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതേ 4ാമത്തെ ടയർ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. മെക്കാനിക്കൽ പരമായിട്ട് എന്തെങ്കിലും സംഭവം ഉണ്ടാകും? മെക്കാനിക്കൽ പരമായിട്ടുള്ള നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിലെ ലീഫിൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ പുതിയത് വെക്കുന്നുണ്ട്. പുതിയതാണ് കേട്ടോ ഈ സാധനം, പുതിയതാണ് കേട്ടോ. അതെന്താ പറയണത് അതിന്? ജിംബിൻ. ചേട്ടൻ എത്ര നാളായിട്ടുണ്ട് ഈ മെക്കാനിക്കൽ ഫീൽഡിലേക്ക്, ഈ ബസ്സിൻ്റെ ഫീൽഡിലേക്ക് വന്നിട്ട് എത്ര നാളായിട്ടുണ്ടാവും? 30-35 വർഷമായി കേട്ടോ. ചേട്ടൻ ബസ് മാത്രമാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എല്ലാം ഉണ്ട്, ലോറി ഹെവി വെഹിക്കിൾസാണ് കൂടുതലും ചെയ്യുന്നത് അല്ലേ? 2 ഹോൺ പുതിയത് വെച്ച് കേട്ടോ. പുതിയ ഹോൺ 2 വെച്ചിട്ടുണ്ട്. ഇതുണ്ടോ, അവിടെ വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്. പുതിയ ഹോൺ സെറ്റാക്കിയിട്ടുണ്ട് അകത്ത്. ഫ്രണ്ട് മാത്രം ഫുള്ള് അടിച്ച് മാറ്റുവാണ് കേട്ടോ. മണി കെട്ടാനുള്ള സാധനമാണ് കേട്ടോ. ഹുക്ക്. അത് വേണ്ടിയില്ല, അപ്പം കൂടി വേണ്ടി. സ്റ്റാർ ഇല്ലല്ലോ ചേട്ടാ? അതിൻ്റെ സ്റ്റാർ ഉണ്ടെങ്കിൽ അത് കറക്റ്റാണ്. ഇത് പോയിരിക്കും അല്ലേ? ഇതിലായിരുന്നല്ലോ നേരത്തെ കിടന്നത്. ഇത് നമ്മൾ മണി കെട്ടുന്ന സാധനം കേട്ടോ. അതേപോലെ ഇതെല്ലാം ഒന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. ജസ്റ്റ് ഇവിടെയൊക്കെ നമുക്ക് നോക്കാം മണി കെട്ടുന്നതൊക്കെ. നമ്മുടെ ഒരു അനുഭവമല്ലേ ഈ ബസ്സിൻ്റെ ഉള്ളിലൊക്കെ വർക്ക് ചെയ്യുന്നത് കാണാൻ ഒരു രസമാണ്. അതേപോലെ ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് നല്ല കുട്ടപ്പനാക്കിയിട്ടിരിക്കുകയാണ്. ഇവിടെയൊക്കെ സീറ്റൊക്കെ കുട്ടപ്പനാക്കി. ഇവിടെ ഒരു ഇത്തിരി സ്റ്റോറേജ് സ്പേസ് പോലെ ഉണ്ട്. പിന്നെ കുറച്ച് അൽത്തുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതിപ്പോൾ ഫിനിഷിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. ബസ്സിലൊക്കെ ഇങ്ങനെ നടക്കാമെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഫീലും കാര്യങ്ങളൊക്കെ തന്നെ കേട്ടോ. ഓക്കെ, ഇവിടെ എല്ലാം ബസ് തന്നെയാണ് കേട്ടോ. ചുറ്റും അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ബസ്. ഇത് അവരുടെ ബസ്സാണ് കേട്ടോ. അപ്പോൾ ബസ്സിൻ്റെ പരിപാടിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഇനിയിപ്പോൾ അടുത്ത എന്താ പരിപാടിയാണ്. ബാക്കിൽ ഈ ഒരു സൈഡ് ഒരു സെക്കൻഡ് കോട്ട് കൂടി അടിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഈ സൈഡ് അടിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് ഈ വണ്ടിയുടെ ഫുള്ള് കാണിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ജസ്റ്റ് ഞാനിപ്പോൾ വൈകുന്നേരം നേരത്തെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ഈ വണ്ടി നിൽക്കാതെ ഒന്ന് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ മാക്സിമം നിൽക്കുന്നിടത്തോളം ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഫുള്ള് ഇതിൻ്റെ പോകുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിനിപ്പോൾ എപ്പോഴാണ് പോകുന്നതെന്ന് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ ജസ്റ്റ് ഇനിയിപ്പോൾ ഞാനൊരു 5 മണിയാകുമ്പോൾ പോകും. അപ്പോൾ 5 മണി കഴിഞ്ഞിട്ട് ഈ വണ്ടി പോവുകയാണെങ്കിൽ ചിലപ്പോൾ നാളെ വരുവാണെങ്കിൽ ജസ്റ്റ് നമുക്കിത് കാണിക്കാൻ പറ്റും. നാളെ ഉണ്ടെങ്കിൽ നമുക്കിത് എടുക്കാൻ പറ്റും. നമുക്ക് നോക്കാം.